പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്തുകൂട്ടുന്ന ആയുധ പങ്കാളി എന്ന നിലയിലാണ് റഷ്യ അറിയപ്പെടുന്നത്. ഇപ്പോൾ ആ പങ്കാളിത്തത്തിന് ആർജവം ഒന്നുകൂടി കൂടിയിരിക്കുന്നു. US ഭീഷണി വകവയ്ക്കില്ല. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 സംവിധാനങ്ങൾ വാങ്ങും. ഇതിനുള്ള ചർച്ചയിലാണ് ഇന്ത്യ. നിലവിൽ റഷ്യൻ നിർമ്മിത S-400 സംവിധാനം ഇന്ത്യ ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷൻ മേധാവി ദിമിത്രി ഷുഗേവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എത്ര എണ്ണമാണ് വാങ്ങുക എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കുറഞ്ഞത് 2 S-400 സംവിധാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങിയേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ, ചൈന, ഇന്ത്യ പാക് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള S-400 സംവിധാനങ്ങൾ. 2 ചൈനീസ് അതിർത്തിയോട് ചേർന്നും ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുന്നതിനു വേണ്ടിയാണ് വിന്യസിച്ചിരിക്കുന്നത്. പുതുതായി വാങ്ങുന്നുണ്ടെങ്കിൽ ചൈനീസ് അതിർത്തിയിൽ കൂടി 2 വിന്യസിച്ചേക്കും എന്നാണ് സൂചന. 2018-ൽ 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ റഷ്യയുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നു. $550 കോടി ഇടപാടിനാണ് അന്ന് ഒപ്പുവെച്ചത്. കരാർ പ്രകാരം ഇനി 2 S-400 യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് റഷ്യ കൈമാറേണ്ടതുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നാണ് ഇതിൽ വൈകുന്നത് എന്നാണ് വിവരങ്ങൾ. 2027ഓടെ ശേഷിക്കുന്ന S-400 സംവിധാനങ്ങൾ ഇന്ത്യക്ക് റഷ്യ കൈമാറിയേക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തെ 300 കിലോമീറ്റർ ദൂരെ നിന്ന് S-400 സംവിധാനം വെടിവെച്ചിട്ടിരുന്നു. ഇന്ത്യ വാങ്ങിയ S-400 സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ US രംഗത്ത് വന്നിരുന്നു. എന്നാൽ അത് കണക്ക് കൂട്ടാതെയാണ് ഇന്ത്യയുടെ നീക്കം. നിലവിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ളവയിൽ അധികവും റഷ്യൻ സാങ്കേതിക വിദ്യകളാണ്. ഫ്രാൻസ്, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങൾ. എന്നാൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി മുൻകാലങ്ങളെ അപേക്ഷിച്ച് 36% കുറഞ്ഞിരിക്കുകയാണ്. നിലവിൽ റഷ്യൻ നിർമ്മിത S-400 സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ അല്ലെങ്കിൽ റഷ്യൻ നിർമ്മിത ഉപകരണങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് കൂട്ടായിട്ട് ഉണ്ടാവുക. കാരണം അത്രമാത്രം റഷ്യയുടെ ടെക്നോളജി ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്ത് നൽകുന്നുണ്ട് എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത്. അതോടൊപ്പം റഷ്യയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റ് സുഖോയ് Su-57 ഇന്ത്യയിൽ നിർമ്മിക്കാനും സാധ്യതയുണ്ട്. റഷ്യയുടെ നിക്ഷേപ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് Su-57 വിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി മാറും. റഷ്യൻ പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ഈ നീക്കം ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ നിർണായകമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ യുദ്ധവിമാനങ്ങൾ അനിവാര്യമാണ്. റഷ്യയുടെ Su-57ഉം അമേരിക്കയുടെ F-35ഉമാണ് പ്രധാന പരിഗണനയിലുള്ളത്. റഷ്യൻ നിർമ്മിത Su-30 യുദ്ധവിമാനങ്ങൾ നിലവിൽ നാസിക്കിലെ HAL പ്ലാന്റിൽ നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ Su-57 നിർമ്മാണത്തിനും HALനെ പരിഗണിക്കുന്നത് ചിലവ് കുറയ്ക്കാനും ഉൽപാദനം വേഗത്തിലാക്കാനും സഹായിക്കും. ഇന്ത്യയും റഷ്യയും തമ്മിൽ വർഷങ്ങളായി ശക്തമായ പ്രതിരോധ സഹകരണമാണുള്ളത്. നിരവധി സംയുക്ത സംരംഭങ്ങളും സാങ്കേതിക കൈമാറ്റ കരാറുകളും നിലവിലുണ്ട്. ബ്രഹ്മോസ് എയറോസ്പേസ്, DRDOയും റഷ്യയുടെ NPO മാഷിനോസ്ട്രേനിയയും സംയുക്തമായി ആരംഭിച്ച ഈ സ്ഥാപനമാണ് ബ്രഹ്മോസ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്ന ഇവിടെ നാഗ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിന് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. AK-203 റൈഫിളുകൾ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിലൂടെ AK-203 റൈഫിളുകൾ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിർമ്മിക്കുന്നുണ്ട്. 6 ലക്ഷത്തിലധികം റൈഫിളുകൾ നിർമ്മിക്കുന്നതിനുള്ള 5200 കോടി രൂപയുടെ കരാർ നിലവിലുണ്ട്. KA-226T ഹെലികോപ്റ്ററുകൾ 2015-ൽ 200 KA-226T ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. 60 റഷ്യയിലും 140 ഇന്ത്യയിലും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എങ്കിലും പദ്ധതിക്ക് കാലതാമസം നേരിട്ടു. മറ്റൊരു റഷ്യൻ നിർമ്മിത ഉപകരണമാണ് T-72 ടാങ്ക് എഞ്ചിനുകൾ. T-72 ടാങ്ക് എഞ്ചിനുകൾക്ക് ആവശ്യമായ 1000 HP എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഈ വർഷം മാർച്ചിൽ കരാർ ഒപ്പിട്ടിരുന്നു. സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനും റഷ്യ നിക്ഷേപം നടത്തും. S-400 S-500 മിസൈൽ സംവിധാനങ്ങൾ $5.5 ബില്യൺ S-400 മിസൈൽ സംവിധാനങ്ങൾക്കുള്ള കരാർ 2018-ൽ ഒപ്പിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഡെലിവറികൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.